മക്കളെ, വെൽക്കം ബാക്ക് ടു ഏകൽ ലേണിംഗ്. അപ്പൊ നാളത്തെ എക്സാമിന് പിതാക്ക പ്രായശ്ചിത് എന്ന പാഠത്തിൽ നിന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ വരാൻ നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് നോക്കാം 2 മാർക്കിന്റെ ഒരുപാട് ചോദ്യങ്ങൾ നോക്കാം. പിതാക്ക പ്രായശ്ചിത്, അരുൺ ഗാന്ധി और उनके परिवार कहाँ रहते हैं? അരുൺ ഗാന്ധിയും അവരുടെ കുടുംബവും എവിടെയാണ് താമസിച്ചിരുന്നത്? ദക്ഷിണാഫ്രിക്ക में डरबन से करीब 18 मील दूर एक आश्रम में. ദക്ഷിണാഫ്രിക്കയിലെ ഡർബനിൽ നിന്നും 18 മീൽ അല്ലേ, അതായത് 18 കിലോമീറ്റർ ദൂരെ ഒരു ആശ്രമത്തിലായിരുന്നു അവർ താമസിച്ചിരുന്നത്, മറക്കരുത്. അരുൺ ഗാന്ധിക്ക് പിതാ കോൻ തേ? ആരായിരുന്നു അരുൺ ഗാന്ധിയുടെ അച്ഛൻ? ആരായിരുന്നു? മണിലാൽ ഗാന്ധി അല്ലേ. നോക്കൂ അടുത്ത ചോദ്യം. അരുൺ ഗാന്ധി പിതാസേ കോൺ സാ ജൂട്ട് ബോല? അരുൺ ഗാന്ധി അച്ഛനോട് എന്ത് കളവായിരുന്നു പറഞ്ഞിരുന്നത്? എന്ത് കളവായിരുന്നു? കാർ തയ്യാർ നഹീ ഥി അല്ലേ, കാർ തയ്യാറായിരുന്നില്ല, കാർ റെഡി ആയിരുന്നില്ല എന്നായിരുന്നു പറഞ്ഞത്. അടുത്ത ചോദ്യം നോക്കൂ. അരുൺ ഗാന്ധിക്ക് ജൂട്ട് പർ പിതാ കി പ്രതിക്രിയ ക്യാ ഥി? അരുൺ ഗാന്ധിയുടെ ആ ഒരു ജൂട്ട് എന്തായിരുന്നു? കളവ് അല്ലെ. കളവിനോട് പിതാവിന്റെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു എന്നാണ് ചോദ്യം. പിതാനെ ഘർ തക് കി 18 മീൽ കി ദൂരി പൈദൽ ചലനെ കാ നിശ്ചയ കിയാ ഹൈ? അച്ഛൻ എന്താണ് ചെയ്തത്? വീട്ടിലേക്കുള്ള 18 കിലോമീറ്റർ ദൂരവും അദ്ദേഹം പൈദൽ ചൽക്കർ അല്ലെ, കാൽനടയായിട്ട് നടക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. പിതാജി കാ പ്രായശ്ചിത്ത് കർത്തേ ഹുയേ ദേഖർ അരുൺ ഗാന്ധി നെ ക്യാ നിർണയ ലിയ? പിതാജിയുടെ ഈ ഒരു പ്രായശ്ചിത്തം കണ്ടുകൊണ്ട് അരുൺ ഗാന്ധി എന്ത് തീരുമാനമാണ് എടുത്തിരുന്നത്? എന്ത് തീരുമാനമാണ്? മേ കഭി ബി ജൂട്ട് നഹീ ബോലൂങ്ക, ഞാൻ ഇനി ഒരിക്കലും കളവ് പറയില്ല. മേ കഭി ബി ജൂട്ട് നഹീ ബോലൂങ്ക, ഞാൻ ഇനി ഒരിക്കലും കളവ് പറയില്ല എന്നാണ് പറഞ്ഞത്. അടുത്ത ചോദ്യം നോക്കൂ. ലേഖക് അരുൺ ഗാന്ധി കിസ്കാ പോത്താ ഹേ? ലേഖകനായിട്ടുള്ള അരുൺ ഗാന്ധി ആരുടെ പേരക്കുട്ടിയായിരുന്നു? ആരുടെ പേരക്കുട്ടിയായിരുന്നു? മഹാത്മാഗാന്ധി കാ, മഹാത്മാഗാന്ധിയുടെ. നോക്കൂ അടുത്ത ചോദ്യം. മേ കഭി ജൂട്ട് നഹീ ബോലൂങ്ക കാരൺ ക്യാ ഥാ? ഞാൻ ഇനി ഒരിക്കലും കളവ് പറയില്ല, അതിന്റെ കാരണം എന്തായിരുന്നു എന്നാണ് ചോദ്യം. നോക്കൂ. അപ്പനെ ജൂട്ട് പർ പിതാജി കോ പ്രായശ്ചിത്ത് കർത്തേ ദേഖർ അരുൺ ഗാന്ധി കെ ऐसा നിർണയ ലിയാ ഹൈ? അപ്പൊ എങ്ങനെയാണ്? പിതാജിയുടെ ആ ഒരു പ്രായശ്ചിത്തം കാരണമാണല്ലേ അരുൺ ഗാന്ധി ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. കോൺ പശ്ചിമി ഫിലിം ദേഖ് രഹാ ഥാ? ആരായിരുന്നു ഇവിടെ വെസ്റ്റേൺ ഫിലിം കാണാൻ പോയത്? ആരായിരുന്നു? അരുൺ ഗാന്ധി. അടുത്ത ചോദ്യം നോക്കാം. അരുൺ ഗാന്ധി കോ ശർമ ആനെ കാ കാരൺ ക്യാ ഹേ? അരുൺ ഗാന്ധിക്ക് ശർമ ലജ്ജ തോന്നാനുള്ള കാരണം എന്തായിരുന്നു എന്നാണ് ചോദ്യം. ഉനേ പിതാജി സേ യേ ബതാനെ കോ ശർമ ആയാ കി വേ ജോൺ ബാൻ കി ഏക് പശ്ചിമി ഫിലിം ദേഖ് രഹാ ഥാ? ഞാൻ എന്താണ് ഒരു വെസ്റ്റേൺ ഫിലിം അല്ലെ, ജോൺ ബെന്നിന്റെ ഒരു വെസ്റ്റേൺ ഫിലിം കാണാൻ പോയതായിരുന്നു എന്ന് പറയാനാണ് ആർക്ക് ലജ്ജ തോന്നിയത്? നമ്മുടെ അരുൺ ഗാന്ധിക്ക് ലജ്ജ തോന്നിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. കിസ്നെ കിസ്സേ കഹാ? ആര് ആരോട് പറഞ്ഞു എന്നാണ് അടുത്ത ചോദ്യം. തും ലേറ്റ് ക്യോ ഹുയേ? നീ എന്തുകൊണ്ടാണ് ലേറ്റ് ആയത്? നീ എന്തുകൊണ്ടാണ് ലേറ്റ് ആയത് ആരായിരുന്നു പറഞ്ഞിരുന്നത്? അച്ഛൻ, പിതാജി അല്ലെ. പിതാജി അരുൺ ഗാന്ധിയോട് പറഞ്ഞതായിരുന്നു. അടുത്തത് നോക്കാം. ഘർ തക് കി 18 മീൽ കി ദൂരി പൈദൽ ചൽക്കർ ഹി തൈ കരൂങ്ക? വീട്ടിലേക്കുള്ള 18 കിലോമീറ്റർ ദൂരവും എങ്ങനെയാണ്? കാൽനടയായി പോകാം എന്നാരാണ് പറഞ്ഞത്? ആരായിരുന്നു? അരുൺ ഗാന്ധിയുടെ പിതാവായിരുന്നു പറഞ്ഞിരുന്നത്. അടുത്ത നോക്കാം. കാർ തയ്യാർ നാ ഹോനെ സേ മുझे വഹാ ദേർ ഹോ ഗയി? കാർ റെഡിയായി കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ അവിടെ എത്താൻ വൈകിയത് എന്ന് പറഞ്ഞത് ആരാണ്? അരുൺ ഗാന്ധി പിതാജിയോട് പറഞ്ഞതാണ് അല്ലേ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പൊ 2 മാർക്കിന്റെ മാർക്കൊക്കെ നമുക്ക് അങ്ങനെ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.